വൈഫ് അങ്ങനെ ഒന്നും ചില കാര്യങ്ങൾ അങ്ങനെ ചില കാര്യങ്ങൾ സാധാരണ പോലത്തെ ഒരു വീഡിയോ അത്രല്ലേ ഉള്ളൂ. ഒരിക്കലും വീഡിയോസ് ചെയ്യുന്നോണ്ട് മാത്രല്ല, ഞാനതിൽ ഇടപെടാറില്ല. അദ്ദേഹത്തിന്റെ വീഡിയോസ് എത്രത്തോളം പോകുന്നുള്ള ഇങ്ങനെ അതേ ഉള്ളായിരുന്നു. ഞങ്ങൾക്ക് അറിയാമായിരുന്നു. എന്റെ ചേച്ചിയും ചേട്ടനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. എന്റെ കെട്ടിയവനെ പറ്റി ഈ പറയുന്നവർക്കാണോ അറിയാവുന്നേ? എന്റെ കെട്ടിയവനെ എനിക്കറിയാം. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഈ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ഒക്കെ ആണെങ്കിലും എടുക്കുമ്പോ കൊറേ വീഡിയോസ് കാണും, ഗോസിപ്സ് ഒക്കെ കാണുന്നു. അപ്പൊ വൈഫ് എന്താ പറയണേ ഗോസിപ്സ് ഒക്കെ കാണുമ്പോ? വൈഫ് അങ്ങനെ ഒന്നും ചില കാര്യങ്ങൾ അങ്ങനെ ചില കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യാറുണ്ട്. ഇത് ഇങ്ങനെ സ്ത്രീകൾ നന്നാക്കാൻ പാടില്ല, ഇത് ഇങ്ങനെ ഒക്കെ പറയാറുണ്ട്, അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അല്ലാതെ നെഗറ്റീവുകൾ കണ്ടിട്ട് എന്റെ ഭാര്യ അങ്ങനെ പിണങ്ങി പോകുന്ന ആ സ്വഭാവം എന്റെ ഭാര്യ ബോൾഡാണ്. വെരി ബോൾഡ്. വെരി ബോൾഡ്. അപ്പൊ കേട്ടല്ലോ, ചേച്ചി ഭയങ്കര ബോൾഡാണ്. നിങ്ങൾ വെറുതെ കമന്റ് ഇട്ട് നിങ്ങളുടെ സമയം കളയുന്നതല്ലാതെ അല്ലെ രേണു ചേച്ചി നെറ്റ് കളയുന്നതല്ലാതെ. അതെ, ഞാൻ കൊറേ കമന്റിന്റെ റിപ്ലൈ കൊടുത്ത് ക്ഷീണിച്ചതാ മോളെ. അവർക്ക് എന്റെ വൈഫിന് ഓരോ ഒരു പരാതിയുള്ളൂ, എന്റെ സമയത്ത് വീട്ടിൽ കിട്ടുന്നില്ല. ഞാനിങ്ങനെ ഓഫീസ് തിരക്കും കാര്യങ്ങളും ഷൂട്ടും കാര്യങ്ങളും വീട്ടു സമയത്ത് അവളിപ്പോ എന്താ തിരക്കും കാര്യങ്ങളും കഴിഞ്ഞ് വീട്ടിൽ സ്വസ്ഥമായി ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ ആ ഒരു ചെറിയ കാര്യങ്ങൾ എന്നോട് പറയാറുണ്ട്, വീട്ടിൽ കിട്ടാറില്ല. അപ്പം ഭയങ്കര പരാതിയുള്ള വൈഫിനെ നമുക്കിപ്പൊ വിളിച്ചു നോക്കാം. മുടി കണ്ടോളൂ പേടിക്കൂലേക്കും. നമസ്കാരം ചേച്ചി. ഹായ്. നമ്മളെ ഹായ് ചേച്ചി. ശരിക്കും എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ ഒത്തിരി വിവാദങ്ങൾ വരെയാണ്. എന്താണ് ഭർത്താവിനെ കുറിച്ച് പറയാനുള്ളത്? ആണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണ് അല്ലേ? സാധാരണ പോലത്തെ ഒരു വീഡിയോ അത്രല്ലേ ഉള്ളൂ. അതാണ് നമ്മുടെ ചേച്ചിയാണ്. അതാണ് കൈയടിക്കാൻ പറ്റുന്നില്ല, കയ്യിൽ ഫോളോ കൈയടിച്ച്. നമ്മളിപ്പോ ഒരു പരാതി കേട്ടു, ഭാര്യയ്ക്ക് ഒരു പരാതി ഉണ്ട്, ഭർത്താവിന് ഡെയിലി കാണാൻ പറ്റുന്നില്ല, ബിസി മാനൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അല്ലെ? വിഷമമുണ്ട് ശരിക്കും അല്ലേ? അല്ല, വീട്ടില് കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ട്. അത് ഒരിക്കലും വീഡിയോസ് ചെയ്യുന്നോണ്ട് മാത്രല്ല, അതൊക്കെ ഒഫീഷ്യലി ഇപ്പൊ ഭയങ്കര തിരക്കിലാണ്. അതുകൊണ്ട് ഒഫീഷ്യലി തിരക്കുള്ള മനുഷ്യന്റെ ഇപ്പൊ ഇവിടെ എന്റെ മുന്നിൽ ഇരിക്കുകയാണ്. കുറെ കാര്യങ്ങള് ചേച്ചി പറ്റി എന്താ കുറച്ച് പുകഴ്ത്തിയാണ് പറയുന്നത്. എന്താ പറയാനുള്ള? സാറ്റർഡേസ് ലീവ് എടുക്കാൻ പറ്റുന്ന ദിവസം ലീവ് എടുക്കാറുണ്ട്. ഓക്കെ. അപ്പോ ഷെഡ്യൂൾഡ് ആയിട്ട് അങ്ങനെ ചെയ്തു പോകുന്ന ഒരാളാണ്. ശരിക്കും ഹസ്ബൻഡ് മെറ്റീരിയലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്താ, നല്ല ഹസ്ബൻഡാണ്, നല്ല ഫാദറാണ്, ഇതൊക്കെ ആണ്. ഓക്കെ, താങ്ക് യു. അപ്പോ വീഡിയോ ഇനി പ്രതീക്ഷിക്കും നമ്മൾ ഇതുപോലുള്ള ഒത്തിരി വീഡിയോകള് അല്ലേ? ഞാനതിൽ ഇടപെടാറില്ല. അദ്ദേഹത്തിന്റെ വീഡിയോസ് സെലക്ഷൻ ഒക്കെ ദാസേട്ടൻ തന്നെയാ ചെയ്യാറ്. ആണ്, ദാസേട്ടനെ കൊടുക്കണം കുറച്ച് റിയാക്ഷൻസ് അറിയാൻ വേണ്ടിട്ട്. ശരിക്കും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വൈഫാണ് ദിവ്യ ചേച്ചി. കാരണം എനിക്കതങ്ങനെ ഫീൽ ചെയ്തു. കാരണം എന്താ ദാസേട്ടൻ ചെയ്യുന്നു, അത് അവരുടെ വർക്ക്സ്, ആ ഒരു മൈൻഡിലാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളത്. പിന്നെ പുറത്തു പോകുന്ന ഒരു തിരക്കില് കാരണം അറിയില്ല. എന്റെ ഈ അൺഒഫീഷ്യൽ ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന എന്റെ വൈഫാണ്. പ്രൊഡക്റ്റിന് ഓരോരുത്തർ വിളിക്കുന്ന സമയത്തൊക്കെ അവളെ നമ്പറാണ് കൊടുക്കുക. എന്റെ ഇനോഗ്രേഷൻസ് വരുന്ന സമയത്തൊക്കെ വൈഫാണ് ഡീൽ ചെയ്യുക, ഞാനല്ല. അപ്പൊ അവളെ സോഷ്യൽ മീഡിയ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് എന്റെ വൈഫ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഓരോ ഇനോഗ്രേഷൻസ് പല ആൾക്കാരും പല ടൈപ്പ് നമ്മളെ പറ്റിക്കാനൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ ആദ്യം വൈഫാണ് അവരെ സ്പോൺസർ ചെയ്യുക. ആ കാര്യങ്ങളെ വളരെ കൃത്യമായി ചെയ്യുന്ന ആളാണ് എന്റെ വൈഫ്. എല്ലാ കാര്യങ്ങളും തീർച്ചയായും ചോദിച്ച കാര്യങ്ങൾ സെറ്റ് ആക്കിയിട്ട് എന്റെ അടുത്ത് ഫോൺ തരുള്ളൂ. ഇപ്പം രേണു ചേച്ചിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ എങ്ങനെയായിരുന്നു? ഫുൾ സപ്പോർട്ടായിരുന്നു. എന്താ ടെൻഷൻ ഉണ്ടായിരുന്നു? കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഔട്ട് ഇറങ്ങുമ്പോ എങ്ങനെയാണ് ഇത് ആൾക്കാര്? ടെൻഷൻ ഒന്നും ഇല്ലടാ, ഇത് എത്രത്തോളം പോകുന്നുള്ള ഇങ്ങനെ അതേ ഉള്ളായിരുന്നു. ഞങ്ങൾക്ക് അറിയാമായിരുന്നു. എന്റെ ചേച്ചിയും ചേട്ടനൊക്കെ ഭയങ്കര സപ്പോർട്ടാ. വിളിച്ച് സംസാരിച്ചു. ചേച്ചി രമ്യ, എന്റെ സ്വന്തം ചേച്ചി ദാസനെ വിളിച്ച് സംസാരിച്ചു, പൊളിച്ചടിക്കുന്നു പറഞ്ഞു. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന 30 സെക്കൻഡോ 60 സെക്കൻഡോ ഒന്നുമല്ല ലൈഫ് എന്ന് പറയാം. അതിന്റെ പുറകിലോട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങളിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന അത് തീർന്നു അവിടെ. പിന്നെ ഇവരുടെ ഫാമിലി എങ്ങനെയാണെന്ന് എന്താണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ കമന്റ് ചെയ്യുന്നവരുടെ അവസ്ഥ ദാസേട്ടാ സഹിക്കാൻ പറ്റില്ല.
എന്താ പറയുന്നത്? ഞാനൊന്നും പറയുന്നില്ല. വായിച്ചിപ്പോ കമന്റ് വായിക്കുന്ന കൂട്ടത്തിലാണോ? വായിച്ചിട്ട് കമന്റ് മുഴുവനായി വായിക്കുന്നുണ്ട്. ഇല്ല, സമയം ശരി. കിട്ടാറില്ല. അതാ പ്രശ്നം. ഇത്രയും വായിച്ചതില് ഈ വായിച്ചത് വരെ ഏറ്റവും കൂടുതൽ ഭയങ്കര സന്തോഷമല്ല ചിരി വന്ന ഒരു കമന്റ് എന്താണ്? അല്ലെങ്കിൽ ഇത് ദാസേട്ടന്റെ മണമുള്ള സ്പ്രേ കിട്ടാറുണ്ട്. ആണ്. അപ്പൊ ഞാൻ വിചാരിക്കും അയ്യോ എന്താണ് ഇപ്പൊ എന്താണ് വധിക്കാനുള്ള പരിപാടി ഉണ്ടോ സ്പ്രേ ഉണ്ടാക്കാൻ പറയാം. രേണു ചേച്ചി ഇതിനുള്ള ആൻസർ രേണു ചേച്ചി കൊടുക്കണേ. എന്താ പറയാ? പറയാനില്ല. അതെനിക്ക് തോന്നുന്നു അതിനകത്തൊന്നും ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു കലാകാരനാണ് സുചേട്ടൻ. സുചേട്ടൻ നേരിട്ട് പരിചയമില്ലെങ്കിലും സുചേട്ടന്റെ പരിപാടികൾ കുറെ കണ്ടൊരു വ്യക്തിയാണ്. പുള്ളി എനിക്ക് പുള്ളിയെ പരിചയപ്പെടാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. അതിന് മുമ്പ് ഭഗവാൻ പുള്ളിനെ വിളിച്ചു കൊണ്ടുപോയി. പക്ഷെ എനിക്ക് ഏറ്റവും ബഹുമാനിക്കുന്ന ഒരാളാണ് സുചേട്ടൻ. സുചേട്ടന്റെ ഭാര്യ രേണുവാണെങ്കിൽ എന്റെ ഏറ്റവും ബഹുമാനിക്കുന്ന എന്റെ ചങ്കാണ്. അത് യാതൊരു മാറ്റമില്ല. എനിക്കൊന്നു സുധിച്ചേട്ടൻ ഇപ്പഴുണ്ടായിരുന്നെങ്കിലും ഡെഫിനറ്റ്ലി ഈ ഒരു പാർട്ടില് പിന്നെ ഭാര്യയുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് സാധിക്കുന്ന രേണുവായിട്ട് സംസാരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ രേണു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സപ്പോർട്ടായിരിക്കും. അപ്പൊ ഭർത്താക്കന്മാരുടെ ഭാര്യമാർ അഭിനയിക്കുന്നില്ല, സിനിമകൾ അഭിനയിക്കുന്നു. പക്ഷെ അത് ഭയങ്കര ഡിഫറെന്റ് ആണ് കേട്ടോ. പക്ഷെ രേണു ചേച്ചി അഭിനയിക്കുമ്പോ മാത്രമാണ് പ്രശ്നം. അതാ പ്രശ്നമില്ല. ഭർത്താക്കന്മാരുടെ ഭാര്യമാര് വരെ റീൽസ് ചെയ്യുന്നുണ്ട്. അല്ല, രേണു ചേച്ചി അഭിനയിക്കുമ്പോ കുറ്റമാണ്. എന്നാ വ്യൂ ഒന്ന് ചുമ്മാ ഇട്ടാ മതി, അല്ല പറയുന്നുണ്ടല്ലോ സുധി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെയൊന്നും അഭിനയിക്കാൻ വേണ്ടിയില്ല. ഇവർക്കാണ് അറിയാവുന്നത് എന്റെ കെട്ടിയവനെ പറ്റി. ഈ പറയുന്നവർക്കാണ് അറിയാവുന്നേ. എന്റെ കെട്ടിയവനെ എനിക്കറിയാം. ആ മനുഷ്യന്റെ 2 പിള്ളേർ അമ്മയല്ല ഞാൻ. അപ്പൊ എനിക്കറിയത്തില്ല അദ്ദേഹത്തെ. ഈ പറയുന്നവർക്കാണ് അറിയുന്നത്. ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോവാണ് രണ്ടുപേരും അല്ലെ? നല്ല സുഹൃത്തുക്കളാണ്. തീർച്ചയായും എനിക്ക് തോന്നുന്നു അതാണ് ഇത് കത്തും. ഇനി നമ്മൾ ഒരു ഇന്റർവ്യൂ കൂടെ വരേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു.